ഈ ഒരു വയസ്സിലും ഒരു ആക്ടിങ്. 37. എന്ത് വയസ്സ്? 37. 73. തിരിച്ചത് എന്താ മാസ് പടം. അടിപൊളിയല്ലേ? കുറെ കാലത്തിന് ശേഷമാണ് മമ്മൂട്ടിയുടെ നല്ല സൂപ്പർ അടി കണ്ടത്. അയ്യോ, നല്ല സിനിമയാണ്, നല്ല ഇഷ്ടപ്പെട്ടു, നല്ല എൻജോയ് ചെയ്തു. മമ്മൂട്ടിയുടെ കുറെ കാലത്തിന് ശേഷം കണ്ടുള്ള നല്ല ഫൈറ്റ് സിനിമയാണ്. അടിപൊളി അടിപൊളി അടിപൊളി. കിണ്ണം കാച്ചി സിനിമ, പൊളി സിനിമ, ഒന്നും പറയാനില്ല. പൊളിപ്പടം, സൂപ്പറായിട്ടാണ് മമ്മൂട്ടി. സ്റ്റണ്ടിങ് എന്ന് പറയുന്നത് ഒറിജിനലായിട്ടാണ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സ്റ്റണ്ടിങ് തന്നെയാണ്. മാസ് പടം, ഒരു രക്ഷയില്ല. പൈസ മുതലായി. മമ്മൂട്ടി ആറാടി. സൂപ്പർ. പിന്നെ ഇനി മമ്മൂട്ടി വേറെ ആക്ഷൻ പ്രതീക്ഷയായിട്ട് അത്രയും പെർഫെക്ഷൻ. ഈ ഒരു വയസ്സിലും ഒരു ആക്ടിങ്. 37. എന്ത് വയസ്സ്? 37. 73. തിരിച്ചത് എന്താ മാസ് പടം. ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ കോപ്പുകളുണ്ട്. എടുത്തു പറയാനല്ല, ഈ ഇത്രയും എഫിഷ്യൻസി ഒരു മമ്മൂട്ടി എന്നുള്ള ഒരു എക്സ്ട്രാ ആക്ടറുടെ പെർഫോമൻസ് മതിയല്ലോ. മമ്മൂട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. നല്ല സിനിമ. എല്ലാം കൊള്ളാം. ഇതുവരെയും കൊടുത്ത പൈസയ്ക്ക് മുതലാവും. ആർക്ക് കണ്ടിരുന്നാലും ഒരു ബോറടിക്കില്ല. എന്തായിരിക്കും ഫൈറ്റ്സ് കൊള്ളാം, കുഴപ്പമില്ല. മമ്മൂട്ടിയുടെ രീതിയിൽ നല്ലതുപോലെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൊള്ളാം തീർച്ചയായിട്ടും. അത് സാധാരണക്കാർക്കും ഫാമിലിക്കും എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫിലിമാണ്. നല്ലതായിരിക്കും. അത് വേറെ ഒരു ഇത് വെച്ച് പറയല്ല. മമ്മൂട്ടിയെ ഇഷ്ടമാണ്, മോഹൻലാലിനെ ഇഷ്ടമാണ്, കമലഹാസനെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ നല്ല സിനിമയെ നല്ല സിനിമയായിട്ട് തന്നെ പറയണം. അതാണ്. ഓക്കെ. മമ്മൂട്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല വെറൈറ്റി രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ആ കഥാപാത്രത്തിൽ അത് ഒറിജിനാലിറ്റിയാണ്. എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ കൂടെ തന്നെ മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ച അർച്ചന എന്ന് പറയുന്ന ആ കുട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഭയങ്കര. മമ്മൂട്ടിയുടെ പെർഫോമൻസ് നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് ലോക നിലവാരത്തിൽ എത്തി നിൽക്കുന്ന ഒരു നാടാണ്. ത്രില്ലിംഗ് മോഡിലാണ് ഫിലിം പോയിരിക്കുന്നത്. ഫിലിം ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇതിലെ സ്റ്റണ്ടിങ് എന്ന് പറയുന്നത് ഒറിജിനലായിട്ടാണ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സ്റ്റണ്ടിങ് തന്നെയാണ്. പിന്നെ സ്റ്റണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ വേറെ ഒരാൾക്കും പറ്റില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിന്ദു പണിക്കർ ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് മമ്മൂട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് എക്സ്ട്രാവഗന്റ്. പടം നല്ല ഗംഭീര പടം, ലാഗൊന്നുമില്ല, അടിപൊളി. ആദ്യം മുതൽ അവസാനം വരെ നല്ല കണ്ടിരിക്കുക. മാസ് പടം, ഒരു രക്ഷയില്ല. പൈസ മുതലായി. മമ്മൂട്ടി ആറാടി. എല്ലാം അടിപൊളി. നമ്മ ഡ്യൂപ്പ് വെച്ച് അങ്ങനെ ഒന്നും നമുക്ക് തോന്നുന്നില്ല. എല്ലാം പക്ക അടിപൊളി. നല്ല രസമുണ്ടായി. എല്ലാവരും അടിപൊളി. അതിനകത്ത് A to Z ക്യാരക്ടേഴ്സ് അടിപൊളിയാണ്. ഈ അടുത്ത് കണ്ടു വെച്ചാൽ നല്ല ഫൈറ്റിംഗ് പടമായിരുന്നു. വില്ലൻ എന്ന് പറയാൻ ചെറിയ വെറൈറ്റി സെറ്റപ്പിലാണ് വില്ലൻ ഇറക്കിയത്. രണ്ടാം പാർട്ട് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ലാസ്റ്റ് പടം നിർത്തിയേക്കുന്നത്. മമ്മൂട്ടിയുടെ കിടിലൻ ഒരു ഇതാണ് പടമാണ്. എൻ്റർടൈനറാണ്. കിടിലൻ നല്ല എന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് അതിൽ. കോമഡിയും എല്ലാം ഒന്ന് ചെയ്യുന്നുണ്ട്. ഒരു വെറൈറ്റിയാണ്. പടം കൊള്ളാം, നല്ല പടം. ഇത്രയും വയസ്സായിട്ടും ഈ ആക്ഷൻ സീൻ ചെയ്യുന്നത് കൊള്ളാം. നല്ല റിയാലിറ്റി. നല്ല പടം. കുറേ ആയി മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പടം കിട്ടും. നഷ്ടമില്ല. അതിൽ മാസ് പടം വരും. മമ്മൂട്ടി അടിപൊളിയായി. ഹാർഡ് അടിപൊളിയാണ്. എന്താണ് എടുത്ത് പറയാനുള്ളത്? ഫൈറ്റ് അവസാനമൊക്കെ നന്നായിരുന്നു. മമ്മൂട്ടിയുടെ ആക്ടിങ് തന്നെയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. എങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴേ എങ്ങനെ ചെയ്യണം? പ്രായമായില്ലേ? അടിപൊളി. നമ്മൾ ഇംഗ്ലീഷ് ഭയങ്കര ടൈറ്റ് കണ്ടു. പൊളിയാണ്. മമ്മൂട്ടി നല്ല ഇതാണ്. നല്ല ഫൈറ്റ് സീനൊക്കെ പൊളിയൊക്കെ ആയിരുന്നു. പറയുന്ന ഇതിൻ്റെ ആക്ഷൻസ് ഒക്കെ പൊളിയായിരുന്നു. കൊള്ളായിരുന്നു. നല്ല പടം. ആക്ഷൻ, എഡിറ്റിങ്, പിന്നെ സിനിമാറ്റോഗ്രാഫി ഇതെല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ ഒരു പാനിൻ്റെ റീച്ച് എടുക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനം ഉണ്ട്. ഫസ്റ്റ് ഹാഫിന് സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. ഫൈറ്റ് സീനും ആകെ ആ ഒരു ഫൈറ്റ് സീൻ പോയത് എഡിറ്റിങ്ങിൻ്റെ ഒക്കെ ഇതിലാണ്. അത്രയും കൊള്ളായിരുന്നു. ഡിഫറെൻറ്റ് സാധനമാണത്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല. മമ്മൂട്ടി എങ്ങനെയുണ്ട്? മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ കൊള്ളാം. മമ്മൂട്ടിയെ ഫുള്ള് മമ്മൂക്കയുടെ മാസം എപ്പോഴും ഉണ്ട്. അത് പടത്തിൽ ഫുള്ള് നിറഞ്ഞു നിൽപ്പുണ്ട് മമ്മൂക്കയുടെ മാസം. എൻട്രിയൊക്കെ സൂപ്പറാണ്. എൻട്രിയും പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഫൈറ്റ് അതൊക്കെ സൂപ്പറാണ്. ഓവറോൾ പടം ഓക്കെയാണ്. കണ്ടുകൊണ്ടിരിക്കുക. മാസമുണ്ട്, മമ്മൂട്ടിയുടെ മാസം എല്ലാം ഉണ്ട്.
സ്റ്റണ്ടൊക്കെ കൊള്ളാം. ആക്ഷൻ മമ്മൂട്ടി വന്ന ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി പഴയ എപ്പോഴത്തെയും വൈബ് തന്നെയാണ്. മമ്മൂട്ടി വരുമ്പോഴൊക്കെ മാസമാണ്.